നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ശശി തരൂർ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷനായി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ BJP വഴി കേന്ദ്രമന്ത്രി. CPM-ലേക്ക് പോകാൻ സാധ്യത വളരെ കുറവ്. അതേസമയം ശശി തരൂർ ചെയ്തത് ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ വിമർശിച്ചു. മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂരിന്റെ പ്രതികരണം ശരിയായില്ല എന്നും അദ്ദേഹത്തെ പിന്തുണച്ചുള്ള ആളാണ് താനെന്നും K സുധാകരൻ പറഞ്ഞു. തരൂർ പാർട്ടി വിടില്ല, CPM-ൽ പോകാമെന്ന് കരുതുന്നില്ല. തരൂരിന് ഇനിയും തിരുത്താം. തന്നേക്കാൾ ഉയർന്ന നിലയിലുള്ള വ്യക്തിയാണ് തരൂർ. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാൻ ഞാൻ ആളല്ല. KPCC നോക്കേണ്ട കാര്യമല്ല. തരൂർ തന്നെ തിരുത്തിക്കോട്ടെ. പ്രവൃത്തി അതിരുവിട്ട് പോകരുതെന്ന് ആഗ്രഹമുണ്ട്. അത് പറയാൻ 4 തവണ അദ്ദേഹത്തെ വിളിച്ചു, കിട്ടിയില്ല എന്നും K സുധാകരൻ പറഞ്ഞു. കേരളത്തിൽ നയിക്കാൻ നേതാക്കളില്ലെന്ന് വിമർശിക്കാം. ലീഡർഷിപ്പ് ക്വാളിറ്റി വിലയിരുത്തേണ്ട ആളാണ് അദ്ദേഹം. തരൂരിന്റെ വിമർശനങ്ങൾ കരുത്ത് നൽകും. KPCC പ്രസിഡന്റ് പോരാ എന്ന അഭിപ്രായമുണ്ടെങ്കിൽ നന്നാവാൻ നോക്കാമെന്നും K സുധാകരൻ വ്യക്തമാക്കി. കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ MP രംഗത്തെത്തിയത്. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന മുന്നറിയിപ്പോടെയാണ് തരൂർ ഇത്തവണ രംഗത്തുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ശശി തരൂർ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടും. തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത്. എന്റെ പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ ആ വഴിക്ക് ഒരു പ്രസംഗം നടത്താൻ ലോകമെമ്പാടുമുള്ള ക്ഷണങ്ങൾ എനിക്കുണ്ട് എന്നും തരൂർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തിയില്ലെന്നാണ് ശശി തരൂരിന്റെ പുതിയ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ശശി തരൂരിന്റെ പുതിയ അഭിമുഖത്തിലെ പരാമർശങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തിരുവനന്തപുരത്ത് തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തരൂർ ഇന്റർവ്യൂവിൽ പറഞ്ഞു. തന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം തിരുവനന്തപുരംകാർക്ക് ഇഷ്ടമാണ്. ആ രീതിയിലുള്ള ഇടപെടലാണ് 2026-ലും പാർട്ടിക്ക് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ നേതൃപദവിക്ക് അനുയോജ്യനാണെന്ന് പല ഏജൻസികൾ നടത്തിയ സർവേകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കൊപ്പം ഞാനുണ്ടാവും. ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത്. പുസ്തകം എഴുതാനും പ്രഭാഷണങ്ങൾ നടത്താൻ ലോകമെമ്പാടും നിന്നും ക്ഷണമുണ്ട്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റുള്ളവരും തന്റെ അതേ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്ന് നിരവധി പ്രവർത്തകർ കരുതുന്നുണ്ട് എന്നും ശശി തരൂർ വ്യക്തമാക്കി. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പുകഴ്ത്തി ലേഖനം എഴുതിയെന്ന വിവാദം കെട്ടടങ്ങും മുൻപെയാണ് പുതിയ പരാമർശങ്ങളുമായി ശശി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. അതേസമയം ശശി തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനാണെന്ന് AICC വൃത്തങ്ങൾ പ്രതികരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി.